ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും ഓണാഘോഷമൊക്കെ ഇവിടെ എത്തി. ഓണക്കോടിയൊക്കെ വാങ്ങിച്ചോ എല്ലാവരും? ഇന്നിപ്പോൾ ഇതാ മഴയെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ ഇപ്പോൾ കുറച്ച് മഴ ഇന്ന് കുറവുണ്ട്. ആകാശമെല്ലാം നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോയാലോ? ഇന്നിപ്പോൾ വീഡിയോയിലെന്ന് വെച്ചാൽ ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മക്കളെല്ലാം പോയതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നീർദോശയും ചമ്മന്തിയായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ദോശ തന്നെ എപ്പോഴും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ ഉച്ചക്കത്തെ കറിക്കുള്ള പരിപാടിയാണ്. തേങ്ങയൊന്ന് അരച്ചെടുക്കണം കറിക്ക് വേണ്ട. അപ്പോൾ ഇതാ തേങ്ങ അരച്ചെടുക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് തേങ്ങ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, അത് ഉപ്പേരിയിലേക്കുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ മക്കളെല്ലാം പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ലാസ്റ്റ് എക്സാമാണ്. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി നാളെ ഓണം സെലിബ്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ അടക്കും. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജഗപോക ആയിരിക്കും. അത് വിചാരിക്കുമ്പോൾ തന്നെ തല ചുറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ടി വി ഒക്കെ വെക്കുമ്പോൾ ഒരാൾക്ക് കാണേണ്ടതായിരിക്കില്ല മറ്റൊരാൾക്ക് കാണേണ്ടത്. അപ്പോൾ പിന്നെ അവിടെ വഴക്കാവും, അടിയാവും, അടിപിടി കോലാഹലാവും. അതുകൊണ്ട് പറഞ്ഞതാട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതാ ഞാൻ തേങ്ങയിലേക്ക് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഞാനിതാ എങ്ങനെയാണേ വെക്കൽ, ഒരു ഡബ്ബയിൽ ഒരു ടിഷ്യൂ പേപ്പർ ആദ്യം വെക്കും. പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് വെച്ചിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് കവർ ചെയ്തിട്ട് അടപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ ആകുമ്പോൾ കുറേ നാൾ നിൽക്കുവേ, പച്ചമുളക് അങ്ങനെ മോശമായി പോവില്ല. അപ്പോൾ ഇതാ ഞാൻ ആ തേങ്ങയിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ആദ്യം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതാ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് മോര് ചേർത്ത് കൊടുക്കണം. മോരോ തൈരോ എന്തെന്നായാലും മതിയേ. എൻ്റെ അടുത്ത് ഇപ്പോൾ മോരുള്ളത് കൊണ്ടാണ് ഞാൻ മോര് ചേർക്കുന്നത്. ഞാൻ പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അരക്കുമ്പോൾ. മോര് ചേർക്കുന്നതുകൊണ്ട് പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. വേണമെങ്കിൽ പിന്നെ കറി തിളപ്പിക്കുമ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം സാദാ ജീരകമാണ്, പെരുംജീരകമൊന്നുമല്ല, സാദാ ജീരകം. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി വേവിച്ചെടുക്കാം അല്ലേ. തക്കാളി വേവിക്കാൻ നോക്കുമ്പോഴേക്ക് തക്കാളി വേവിക്കേണ്ട കുക്കറിൽ ഉപ്പേരി ഉണ്ടായിരുന്നു, ഇന്നലത്തെ ഉപ്പേരി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം തക്കാളി വേവിക്കാൻ വേണ്ടി. അപ്പോൾ അതിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറെല്ലാം കഴുകി എടുത്തിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം അല്ലേ. അപ്പോൾ കുക്കറെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ തക്കാളിയിൽ വേറെ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ആർക്കും അങ്ങനെ എരിവൊന്നും വേണ്ട, അതുകൊണ്ടാണ് പിന്നെ പച്ചമുളകൊന്നും ചേർക്കാത്തത്. പിന്നെ തക്കാളി ചേർത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെള്ളവും വേണേ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇൻഡക്ഷനിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ കൂടുതലും ഇൻഡക്ഷനിൽ തന്നെയാണ് കേട്ടോ കുക്കിംഗ് ചെയ്യൽ. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ സോളാർ പാനലുണ്ട്, അതുകൊണ്ട് കൂടുതലും ഇൻഡക്ഷൻ തന്നെയാണ് കുക്കിങ്ങിന് യൂസ് ചെയ്യൽ. അപ്പോൾ ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്നിട്ടുണ്ട്, ഞാനിതിങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങയെല്ലാം ചേർത്തിട്ടുണ്ട്, അരച്ച തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അത് ചേർക്കുമ്പോൾ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. കടുവും കറിവേപ്പിലയും കൂടിയാണ് വറുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ തേങ്ങ അരച്ച ആ ഒരു ജാറുണ്ടല്ലോ, അതൊന്ന് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കുറച്ച് ബേക്കിംഗ് സോഡയെല്ലാം ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കഴുകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നല്ലോണം വൃത്തിയായി കിട്ടുമേ. നമ്മളെ ആ മിക്സീൻ്റെ ജാറിൻ്റെ മൂടിയെല്ലാം ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ഒരു എണ്ണേൻ്റെ ഒരു ഇതുള്ളത് പോലെ തോന്നുമല്ലോ നമുക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൂടിയെല്ലാം നല്ല ക്ലീൻ ആയിട്ട് വരുവേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും ജാറല്ലേ. അപ്പോൾ ഇതാ ഞാനൊന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൾസ് ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുത്താൽ ജാറ് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഇതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. നല്ലോണം ഇതാ ഇങ്ങനെ ഒന്ന് വെള്ളമെല്ലാം ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഷെയ്ക്ക് ചെയ്തെല്ലാം എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ജാറ് നല്ല ക്ലീൻ ആയിട്ട് വരുവേ. അപ്പോൾ ഇതിപ്പോൾ തേങ്ങ അരച്ചത് ആയതുകൊണ്ട് അത്ര വലിയ അങ്ങനെ ഒന്നും അതിലില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ ഉഴുന്ന് ദോശക്കെല്ലാം അരക്കുമല്ലോ, അങ്ങനെയുള്ള ജാറെല്ലാം ഇങ്ങനെ എടുത്താൽ പെട്ടെന്ന് വൃത്തിയാവുമേ. അപ്പോൾ എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഇന്ന് വന്നതായിരുന്നു. അപ്പോൾ അച്ഛനെ വീഡിയോയിൽ എടുക്കുമ്പോൾ അച്ഛന് കുറച്ചൊരു മടിയെല്ലാം ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അച്ഛൻ കല്യാശ്ശേരിയാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ കല്യാശ്ശേരിയിൽ നിന്ന് വന്നതാണ്. അച്ഛനപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെല്ലാം വരുവേ.
അപ്പോൾ അങ്ങനെ അച്ഛൻ വന്നതാണ്. അപ്പോൾ അച്ഛനോട് കുറച്ച് സൊറ പറയാമെന്ന് വിചാരിച്ച് അച്ഛൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നാട്ടിലെ കുറച്ച് നാട്ടുവിശേഷങ്ങളും പിന്നെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുറച്ച് മറ്റുള്ള വിശേഷങ്ങളെല്ലാം ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ ചോദിക്കലാണ്. അപ്പോൾ തെങ്ങിൻ്റെ എല്ലാം കാര്യങ്ങൾ, തെങ്ങിൽ വളമിടേണ്ടതിനെ പറ്റിയോ അങ്ങനെ എന്തൊക്കെയോ ആണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അച്ഛനോട് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പം അമ്മ ഇതവിടെ വാഴക്കാമ്പ നെയ്ന്ന് ഉപ്പേരി അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ അമ്മേൻ്റെതാണ് കേട്ടോ. അപ്പോൾ നമ്മളെവിടെയാണെന്ന് വെച്ചാൽ കുറച്ച് വാഴയിലുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കൂടുതലും വാഴക്കൂമ്പ് അല്ലെങ്കിൽ കാമ്പ് അല്ലെങ്കിൽ പച്ചക്കായ അങ്ങനെയല്ലാന്നേ കൂടുതൽ ഉപ്പേരി ഉണ്ടാക്കൽ. അപ്പോൾ ഇപ്പോൾ അതാ സമയം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ അച്ഛനൊരു മസാല ദോശ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്കിനിപ്പോൾ അത് കഴിക്കാം അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ വന്നപാടനെ കഴിക്കേണ്ടതായിരുന്നു. പക്ഷേ അന്നേരം എനിക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട്, കുറച്ച് പണി തിരക്കുള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അച്ഛൻ കണ്ണൂർ വഴി വരുമ്പം എപ്പോഴും വിളിച്ച് ചോദിക്കും എന്തെങ്കിലും വേണോ എന്നാ വാങ്ങണ്ടേ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഇപ്പോൾ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ബേക്കറി ഐറ്റംസ് ആയാലും എന്തെന്നായാലും പറഞ്ഞ് അച്ഛൻ അത് വാങ്ങിച്ചിട്ട് വരുവേ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ആ ഫോയിൽ തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. ചമ്മന്തിയെല്ലാം വിളമ്പിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഫോയിൽ കഴിക്കുന്നതെന്നൊന്നും. പ്ലേറ്റ് എടുക്കാൻ പോകാനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ കഴിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇതാ ചമ്മന്തിയെല്ലാം കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ മസാല ദോശ. അപ്പോൾ അതിതാ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ചോറ് വാർത്തില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത്. എന്താ വെച്ചാൽ അച്ഛന് ഒരു 2 മണിക്ക് മുന്നേ ആയിട്ട് അച്ഛന് ചോറ് കഴിക്കണം. എന്താണെന്ന് വെച്ചാൽ അച്ഛന് കുറച്ച് ഷുഗറിൻ്റെ എല്ലാം ഇതുള്ളതുകൊണ്ട് അച്ഛൻ അങ്ങനെ ലേറ്റായി ഭക്ഷണം കഴിക്കലില്ലേ. കൂടി വന്നാൽ 2 മണി, അതിലപ്പുറം അങ്ങനെ പോലില്ല. അപ്പോൾ ഞാൻ ചോറ് വാർക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ഇതാ ഞാൻ പൈപ്പ് തുറന്ന് വെച്ചിട്ടുണ്ട്. ചോറിലെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കാണിച്ച ആ ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് വെച്ച് ക്ലിപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇതാ ചെരിച്ച് വെച്ചിട്ടാണ് ചോറ് വാർത്തെടുക്കൽ. അപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചോറ് വാർക്കൽ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ ഒന്ന് പുറത്ത് പോയപ്പോൾ ഇതാ അച്ഛനും സുനിയാട്ടിൻ്റെ അമ്മയാണ് ഇരിക്കുന്നത്. അമ്മയും കൂടി ഇതാ സൊറ പറയുന്നുണ്ട്. അമ്മ സൊറ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ രണ്ടാളെയും കൂടിയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറ് വാർക്കാൻ ലേറ്റ് ആയതുകൊണ്ട് അച്ഛൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അച്ഛൻ 2 മണിയിലപ്പുറം അച്ഛന് ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആവുന്ന ഇഷ്ടമല്ലേ. പിന്നെ അന്നേരം അച്ഛനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ വേഗം റെഡിയാക്കിയതാണ് കേട്ടോ. 2 മണി കഴിഞ്ഞിട്ടുണ്ടെന്നാലും മസാല ദോശ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി ചോറ് വാർത്തതാണ്. അപ്പോൾ അതാ അച്ഛൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വെറുതെ അവിടെ പോയിരുന്നത് ഇങ്ങനെ എന്തൊക്കെയോ പറയാൻ വേണ്ടി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കുട്ടികൾ എപ്പോൾ വരുക, എപ്പോഴാണ് വെക്കേഷൻ തുടങ്ങുന്നത് എന്നല്ല ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഓരോന്നും പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് അച്ഛൻ്റെ ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാൻ മാത്രം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കൂടുതലൊന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആ ഒരു സ്പോഞ്ച് വൈപ്പില്ലേ അത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലോണം ക്ലീൻ ആവുകയും ചെയ്യും. നല്ല ആ ഒരു വെള്ളത്തിൻ്റെ പോലൊരു കലയുണ്ടാവില്ലേ, നമ്മൾ ഈ തുണിയെല്ലാം വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയി വരുവേ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും ഈ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ചെയ്യലേ. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു, അത് ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്ന് കൊണ്ടുപോയിട്ട് വാർക്കണം. അപ്പോൾ അത് കുറച്ചൊന്ന് തിളച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് ക്ലീൻ ചെയ്യണം. അതപ്പോൾ ഞാൻ അതും ഇൻഡക്ഷനിൽ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പുറത്തെന്ന് വെച്ചാൽ പുറത്ത് ഇറയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി വരുമ്പോഴേക്കും അത് വല്ലാണ്ട് അങ്ങ് തിളച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങൾ. അപ്പോൾ കോവക്കയുണ്ട്, പിന്നെ വെള്ളരിക്കയുണ്ട്, പിന്നെ ചേനയുണ്ട്. അപ്പോൾ ഓണത്തിന് സദ്യയെല്ലാം ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി എല്ലാ പച്ചക്കറിയും വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചേ വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഇതാ കുറച്ച് ബേക്കറി ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ. അപ്പോൾ മക്കളെ വിളിച്ച് ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിക്കുവേ. അപ്പോൾ കുട്ടികൾ എന്താ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതും വാങ്ങിയിട്ടാണ് അച്ഛൻ വരിക. അപ്പോൾ ഇതാ കുട്ടികൾ പേട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാൽപ്പേട, അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ പപ്സ് വാങ്ങിയിട്ടുണ്ട്. പപ്സ് എന്ന് വെച്ചാൽ നമ്മൾ 5 പേരല്ലേ ഇവിടെ ഉള്ളത്, അപ്പോൾ 5 പപ്സാണ് അച്ഛൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ സദ്യക്കെല്ലാം എടുക്കുന്ന ഉപ്പേരിയില്ലേ, ശർക്കര ഉപ്പേരിയുണ്ട്, പിന്നെ മറ്റേ ഉപ്പേരിയുണ്ട്, അതുകൊണ്ട്. പിന്നെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ, ടാറ്റാ.